മലബാറിലേക്ക് വരുമ്പോൾ വിലയിടിവ് കാരണം മലബാറിലെ വാഴ കർഷകരും വലിയ പ്രതിസന്ധിയിലാണ്. വിഷു സീസണിൽ പോലും കിലോയ്ക്ക് പരമാവധി 25 രൂപ വരെ മാത്രമാണ് ലഭിച്ചതെന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ വർഷം 35 രൂപയ്ക്ക് മുകളിൽ കിട്ടിയതിനിടത്താണ് ഈ വില തകർച്ച. കേരളത്തിന് പുറത്തുനിന്ന് വാഴക്കുല വരവ് വർദ്ധിച്ചതാണ് വിലയിടിവിന് കാരണം. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്ന് കൊല ഇറങ്ങിയിട്ടാണ് ഏറ്റവും കൂടുതൽ നഷ്ടം കൃഷിക്കാർക്ക് ഇവിടെ കൊടുക്കുന്നത്. അതിന് പരിഹാരം എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന കൊലക്ക് വില കൂടുതൽ കിട്ടണം. പ്രാവശ്യം ഇഷ്ടംപോലെ കൊല ഉണ്ട് നാട്ടിലുണ്ട് കൊല വരുന്നുണ്ട്. അപ്പം വില ഒന്നും കൂടിയില്ല. അപ്പോൾ 25-28 വരെ കിട്ടിയിട്ടുണ്ടാവും വിഷുവിന്. അത്രയേ ഉള്ളൂ. പൊതുവിൽ നഷ്ടത്തിലേക്ക് മാത്രമല്ല, ഒരു 5-10 കൊല്ലത്തിൻ്റെ 10 കൊല്ലം വേണ്ട, 5 കൊല്ലം 6 കൊല്ലം ആകുമ്പോഴേക്കും കേരളത്തിൽ ഭാഗത്തൊന്നും വാഴ ഉണ്ടാവില്ല. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള വാഴക്കുല വരവ് കൂടിയതാണ് വില തകർച്ചയ്ക്ക് കാരണമായി കർഷകർ പറയുന്നത്. പുറമേ നിന്നെത്തുന്നവ 3 കിലോക്ക് 100 രൂപ തോതിലാണ് ചില്ലറ വിപണിയിൽ തന്നെ വിറ്റഴിക്കുന്നത്. 10,000 വാഴകൾ കൃഷി ചെയ്യുന്ന കോഴിക്കോട് മാവൂർ ചാത്തമംഗലം മേഖലയിൽ വേനൽ മഴയിലും വലിയ നാശമാണുണ്ടായത്. രോഗാവസ്ഥയും വളത്തിന്റെ വില വർധനവും കൂലിച്ചെലവ് കൂടിയതും മറ്റൊരു തരത്തിലും ഈ മേഖലയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. താങ്ങുവില 40 രൂപയായി ഉയർത്തുകയും കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകുകയും ചെയ്തില്ലെങ്കിൽ വാഴ കർഷകർ വൈകാതെ കളം വിടുന്ന സാഹചര്യമുണ്ടാകും. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്. KT വിബീഷ് വിശദാംശങ്ങൾ നൽകും. വിബീഷ്, അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് അത് കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നാണ് കർഷകർ പറയുന്നത്. ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു? വാഴ കർഷകരുള്ളത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ്. ലക്ഷക്കണക്കിന് വാഴകളാണ് ഓരോ വർഷവും ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ കർഷകരാണിപ്പോൾ മതിയായ വില ലഭിക്കാതെ വലിയ ദുരിതത്തിലായിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നുള്ള വാഴക്കുലയുടെ വരവ് വലിയ തോതിൽ കൂടിയതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ വിഷു സീസണിലൊക്കെ 30-35 രൂപ വരെ വാഴക്കുലയ്ക്ക് കിലോക്ക് ലഭിച്ചിരുന്നു കർഷകർക്ക്. എന്നാൽ ഇപ്പോൾ ഈ തവണ ഈ വിഷു സീസണിൽ ലഭിച്ചത് 25 രൂപ വരെ മാത്രമാണ്. ഇത് ഒരു തരത്തിലും തങ്ങൾക്ക് ഒക്കില്ല എന്നതാണ് കർഷകർ പറയുന്നത്. അതായത് ഒരു വാഴ കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിന് ചുരുങ്ങിയത് 10 മാസമാണ് സമയപരിധി. വാഴക്കന്ന് നടുമ്പോൾ തന്നെ വാഴക്കന്നിന് തന്നെ 20 രൂപയോളം വില വരും. പിന്നീട് കൂലിച്ചെലവ്, അതുപോലെ തന്നെ വളപ്രയോഗം, മറ്റു പരിപാലന ചെലവുകൾ, ഈ ജലസേചനം, ഈ കാര്യങ്ങളൊക്കെ കൂടിയാകുമ്പോൾ ഒരു വാഴ കുല വിളയിച്ചെടുക്കുന്നതിന് ഏതാണ്ട് 250 മുതൽ 300 രൂപ വരെ വില വരുമെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ ഇതിനൊത്ത് കൊലയ്ക്ക് വില ലഭിക്കുന്നില്ല. അതായത് ഒരു കൊല ശരാശരി തൂക്കമുണ്ടാവുക 10 മുതൽ 15 കിലോ വരെയാണ്. അപ്പോൾ ഒരു കിലോയ്ക്ക് 30 രൂപയാണ് ലഭിക്കുന്നതെങ്കിൽ 300-350 രൂപ മാത്രമാണ് ഒരു വാഴക്കുലയ്ക്ക് ലഭിക്കുന്നത്. ഇത് ഒരു തരത്തിലും ഒക്കില്ല. ഇതാണ് കർഷകർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. കർണാടകയിൽ നിന്ന് വരുന്ന വാഴക്കുലയാണെങ്കിൽ ഇവിടെ ചില്ലറ വിപണിയിൽ പോലും വിറ്റഴിക്കുന്നത് കിലോക്ക് 30 രൂപ തോതിലാണ്. നമുക്കറിയാം, റോഡരികിലൊക്കെ വാഹനങ്ങളിൽ 3 കിലോ പഴത്തിന് 100 രൂപ തോതിൽ വിറ്റഴിക്കുന്നു. ഈ വാഴക്കുലയുടെ വരവ് കൂടിയതാണ് കർഷകരെ ആകെ പ്രതിസന്ധിയിലാക്കുന്നത്. മറ്റൊരു പ്രയാസം കൂടി കർഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് ഇൻഷുറൻസിൻ്റെ തുക ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ്. അടുത്തിടെയുണ്ടായ വേനൽ മഴയിൽ പോലും കോഴിക്കോട് ജില്ലയിൽ വലിയ കൃഷിനാശം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചാത്തമംഗലം, മാവൂര് അടക്കമുള്ള വാഴകൃഷി കൂടുതലുള്ള പ്രദേശങ്ങളിൽ വാഴ വലിയ തോതിൽ നശിച്ചിരുന്നു. ഇതൊക്കെ ഇൻഷുറൻസ് ചെയ്തതാണ്. എന്നാൽ ഇൻഷുറൻസിൻ്റെ തുക സമയബന്ധിതമായി ലഭിക്കുന്നില്ല. ഇത് അനന്തമായി നീണ്ടുപോവുകയാണ്. ഇതും ഈ വാഴ കർഷക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. മറ്റൊന്ന്, പാട്ടത്തുക. പലരും ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. പാട്ടത്തുക വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ജലസേചന സൗകര്യത്തിൻ്റെ പരിമിതികൾ, വെള്ളം വേണ്ടത്ര കിട്ടാനില്ല. അപ്പോൾ വെള്ളം എത്തിക്കേണ്ടതിൻ്റെ, പമ്പ് ചെയ്യേണ്ടതിൻ്റെതുമായി ബന്ധപ്പെട്ട ചെലവുകൾ, ഈ ഇനത്തിലൊക്കെ നോക്കുമ്പോൾ വലിയ ചെലവ് വാഴകൃഷി മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. അതിനൊത്ത് വില ഉയരുന്നില്ല എന്നതാണ് പ്രധാനമായും കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് കർഷകർ തന്നെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം, ഈ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ വാഴക്കുലകൾ സംഭരിക്കുന്നുണ്ട്. ഇതിന് 30 രൂപയാണ് നൽകുന്നത്. എന്നാൽ ഇവരുടെ സംഭരണ കേന്ദ്രങ്ങൾ എല്ലാ സ്ഥലത്തുമില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ കർഷകർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള സംഭരണം കൂടുതൽ കേന്ദ്രങ്ങളിൽ ആരംഭിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വാഴക്കുലയുടെ താങ്ങുവില വർദ്ധിപ്പിക്കണം. ഈ തരത്തിൽ സർക്കാർ ഇടപെടലുണ്ടായി. അതുപോലെ തന്നെ ഇൻഷുറൻസ് തുക സമയബന്ധിതമായി കിട്ടുന്ന തരത്തിൽ ഇടപെടലുണ്ടായിക്കൊണ്ട് കർഷകരെ സഹായിക്കണം എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം കർഷകർ വലിയൊരു വിഭാഗം കർഷകർ ഈ രംഗം കളം വിട്ടുപോകുമെന്നും കർഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ജിൽസി.